ഹലോ ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി ഒന്ന് പുറത്ത് പോകാമെന്ന് കരുതി. ഒരു 11:30 ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ഇറങ്ങി ദോശ കഴിക്കാമെന്ന് ഓർത്തായിരുന്നു. പക്ഷേ എത്തിയപ്പോഴത്തേക്കും ലേറ്റായി, ദോശക്കട അടച്ചു പോയി. അപ്പോൾ നമ്മൾ സെൻട്രൽ സ്ക്വയറിൽ കയറി. അവിടെ ഓപ്പൺ ആയിരുന്നു, എന്തായാലും അങ്ങനെ ആരുമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇവിടെ നിന്നൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. നല്ല ആൾക്കാരുണ്ട്. ന്യൂ ഇയർ ആകുമ്പോൾ പിന്നെ പുറത്തൊക്കെ എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പോകാമെന്ന് കരുതി സെൻട്രൽ സ്ക്വയറിൽ നിന്ന് നേരെയാണ് ദോശ കഴിക്കാൻ പോയത്. പക്ഷേ ദോശക്കട അപ്പോഴത്തേക്ക് ക്ലീൻ ചെയ്യണമായിരുന്നു. അങ്ങനെ നമ്മൾ ക്യൂൻസ് വേ തന്നെ വന്നു. അവിടെ നല്ല ക്രൗഡായിരുന്നു. നമ്മൾ എറണാകുളംകാരെല്ലാം തോന്നണം, വേറെ നാട്ടുകാരായിട്ടാണ് തോന്നിയത് എനിക്ക് അവിടുത്തെ ആൾക്കാർ. അപ്പം നമ്മളവിടെ നിന്നും പോപ്കോണല്ല, കോളിഫ്ലവർ മേടിച്ച് കഴിച്ച്, പിന്നെ ഐസ്ക്രീം, പിന്നെ അലോറക്ക് ഇത് തലയിൽ വെക്കുന്ന സാധനം വേണമെന്ന് പറഞ്ഞാൽ അതും മേടിച്ച്, പിന്നെ ബലൂണും വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ മേടിച്ച് നമ്മളപ്പോൾ 1-2 മണിയായിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അതുവരെ നമ്മൾ പുറത്ത് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാം മേടിച്ചിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് എഴുതി. അപ്പോൾ നല്ല തിരക്കാണത്. അപ്പോൾ അലോറ ഉറങ്ങിയൊക്കെ എണീറ്റതാണ്. അതാണ് പിന്നെ കുഴപ്പമുണ്ടായില്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തൊക്കെ പോകാൻ. കാരണം വലിയ സീനൊന്നും ഉണ്ടായില്ല, വലുതല്ല, കുഴപ്പമുണ്ടായില്ല. ഇങ്ങനെ എന്തെങ്കിലും കാണുന്നത് മേടിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ പ്രാവശ്യം ഇത് രണ്ടുമാണ് ചോദിച്ചത്. അങ്ങനെ പിന്നെ തിരിച്ച് വന്ന് കിടന്ന് പിറ്റേ ദിവസം 1-ാം തീയതി തന്നെ ഉണ്ടാകും ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയി. അപ്പോൾ ചേച്ചിയുടെ ഫുൾ ചിക്കനും ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫുൾ ചിക്കനാണ്, കൊള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് പിന്നെ രാത്രി പിന്നെ ജോലായിട്ട് ബിങ്കോ ഒക്കെ കളിച്ച് അങ്ങനെ ഇരുന്നേച്ചപ്പോൾ രണ്ടുപേരും കൂടെ അവിടെ പപ്സ് തിന്നണേനെ സൈഡിലിരുന്ന്. അപ്പോൾ ഞങ്ങളിത് ബിങ്കോ കളിക്കണേനെ രാത്രി ചോദിച്ചോന്ന് തിരിച്ച് ഞങ്ങളൊരു 9 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി വീട്ടിൽ തിരിച്ചെത്തി.